നമ്മുടെ യാത്ര ബാംഗ്ലൂരിൽ നിന്ന് നേരെ കന്യാകുമാരിക്കാണ് ഞാൻ വിട്ടത്. കന്യാകുമാരി എത്തുന്നതിന് മുമ്പ് തിരുനെൽവേലിയിൽ ഞാൻ സ്റ്റേ ചെയ്തു. അതിന് പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ആദ്യം കാണാൻ വന്നത് ഈ ദേവസഹായം പിള്ള, വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ദേവസഹായം പിള്ളയുടെ കാറ്റാടിമല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് തിരുനെൽവേലിയിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് വരുന്ന വഴി. അതായത് നമ്മൾ 3 സ്ഥലത്താണ് ഈ ദേവസഹായം പിള്ളയുമായി ബന്ധപ്പെട്ട, വിശുദ്ധനായ ദേവസഹായം പിള്ളയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ കാണേണ്ടത്. ഒന്ന് ഇത് കാറ്റാടിമല, പിന്നെ ഒന്ന് അവിടുത്തെ ഒരു പള്ളിയുണ്ട്, അതുപോലെ തന്നെ അടക്കം ചെയ്ത നമ്മുടെ കോട്ടാർ പള്ളി. അപ്പോൾ നമ്മൾ ഈ തിരുനെൽവേലി ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ആദ്യമേ ഈ കാറ്റാടിമലയിലാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെയാണ് വിശുദ്ധൻ വെടിയേറ്റ് വീണ സ്ഥലം. അവിടെ അതിൻ്റെ നമ്മൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർ അവിടെ നല്ലൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ സ്ഥലത്ത് കണ്ട അതിൻ്റെ എന്താ പറയുന്ന ഗ്രോട്ടയുണ്ട്. അപ്പം അവിടെ ഏകദേശം നമ്മൾക്ക് സത്യത്തിൽ എനിക്ക് ഈ വിശുദ്ധനെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ജീവചരിത്രങ്ങൾ, ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ച് മരിച്ച ഒരു വിശുദ്ധൻ, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഏകദേശം അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് വെടിയേറ്റ് മരിച്ച സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ച ഒരു കണ്ണീർപ്പാറ 1752 അന്ന് മുതലുള്ള ഇപ്പോഴും അവിടെ ആ ഒരു ഉറവ ഉണ്ട്. അതൊക്കെ എന്താ പറയണേ, ഇപ്പോഴും നമുക്ക് ചെന്ന് കാണാവുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. വിശ്വാസത്തിന് വേണ്ടി മരണം വരിച്ച ഈ വിശുദ്ധനെ ഇത്ര നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും അവിടെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. മുട്ടുകുത്തി പ്രാർത്ഥിച്ച പാറ, മുട്ടുകുത്തിയപ്പോൾ വന്ന പാടുകളെന്ന് പറയുന്ന ആണ് ഈ കാണുന്നത്. അതേപോലെ വിശുദ്ധൻ അനുഭവിച്ച പീഡകൾ, അതിനെ കുറിച്ച് വിശദീകരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അവിടെ എഴുതി വച്ചേക്കുന്നതാണ്. നാഗർകോവിലിന് സമീപമാണിത്. നമ്മൾ നാഗർകോവിലിന് ഏകദേശം 15 കിലോമീറ്റർ ദൂരം. ഇത് അവിടുത്തെ അന്ന് വിശുദ്ധന് ഈ പീഡകളെ ഏൽക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ചിത്രീകരണം അവിടെ മതിലിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളാണ് ഇതൊക്കെ ഈ കാണുന്നത്. ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിച്ചാണ് അദ്ദേഹത്തിന് മരണം വരിക്കേണ്ടി വന്നത്. അവസാനം വെടിവെച്ചാണ് കൊന്നത്. ഇതൊക്കെ പീഡനങ്ങളുടെ ഓരോ വിഷ്വലൈസേഷനാണ് അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. തിളച്ച വെള്ളത്തിലിരുത്തുകയും അങ്ങനെ ഒരുപാട് പീഡന മുറകൾ വിശുദ്ധനെതിരെ വിശുദ്ധനെ ഇരയാക്കി പീഡനങ്ങൾക്ക്. പാമ്പുകളെയൊക്കെ വിട്ട് വിശുദ്ധൻ്റെ മുറിയിലേക്ക് പാമ്പുകളെയൊക്കെ വിട്ട് ഉപദ്രവിച്ച് എങ്ങനെ ഇദ്ദേഹത്തിനെ അപായപ്പെടുത്തി, തിളച്ച വെള്ളത്തിലിരുത്തി അപായപ്പെടുത്താൻ മാക്സിമം നോക്കിയിട്ട് അവസാനം ഒന്നും നടന്നില്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് വെടിവെച്ച് കൊല്ലേണ്ടി വന്നത്. വെടിവെച്ച് കൊന്ന സ്ഥലമാണ് നമ്മൾ മുമ്പ് കണ്ടത്.
അപ്പോൾ ആ വിശ്വാസത്തിന് വേണ്ടി മരണം വരിച്ച ഈ വിശുദ്ധനെ, അതായത് എനിക്ക് ആ വഴി പോകുമ്പോൾ ആ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം തരും. ഇത്തരത്തിലാണ് കൊണ്ടുപോയത്. ഇതെല്ലാം അവിടെ ഇതിന് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. അന്ന് സംഭവിച്ചത് 1700 വർഷങ്ങൾക്ക് മുമ്പാണ്. അവസാനം വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് വിശുദ്ധനായ